ലോകം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ കോടീശ്വരന്മാർ ഒരുപക്ഷെ വൈദ്യ സഹായം കൊണ്ട് ജീവിക്കുവാനായിട്ട് ആയുസ്സിനെ നിലനിർത്താൻ കഴിയുമെങ്കിൽ അവർക്കൊക്കെ ഇവിടെ നിരന്തരം ജീവിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അത് സാധ്യമല്ല. വിശുദ്ധ ദൈവത്തിന്റെ വചനമായിരിക്കുന്ന സത്യവേദ പുസ്തകം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒരു മനുഷ്യന്റെ ആയുസ് 70 ഏറെയായാൽ 80 മാത്രം. പിന്നീടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളുമുള്ള ജീവിതമാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 10, 80, 90 വയസ്സ് ജീവിതത്തിന് ശേഷം ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ഈ ഭൂമിയാകുന്ന ഗർഭപാത്രത്തിലേക്ക് പ്രസവിച്ചു വീഴുന്നത് പോലെ 80, 90 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് അത് പിറക്കുകയാണ്. അതിന്റെ പേരാണ് നിത്യത എന്ന് പറയുന്നത്. നിത്യത എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ജീവിതം, അവസാനിക്കാത്ത ലോകത്തിലേക്കുള്ള പ്രവേശനമാണ് മരണാനന്തര ജീവിതം എന്നുള്ളത് നമ്മൾ ആരും മറക്കുവാനായിട്ട് പാടില്ല. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പല കാര്യങ്ങൾ, ജോലി കാര്യങ്ങളാകട്ടെ, വിദ്യാഭ്യാസപരമായ വിഷയങ്ങളാകട്ടെ, അതുപോലെ തന്നെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരെ എന്ത് തെരഞ്ഞെടുക്കണം, എങ്ങനെ തെരഞ്ഞെടുക്കണം എന്നുള്ള സ്വാതന്ത്ര്യം എനിക്കും നിങ്ങൾക്കും അത് ദൈവം അനുവദിച്ച് നൽകി തന്നിരിക്കുന്നതാണ്. പക്ഷെ മരണത്തിന് ശേഷം പല കാര്യങ്ങൾ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. 2 വഴികൾ മാത്രമാണ് മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. 2 വഴികൾ. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ തെരഞ്ഞെടുത്തേ സാധ്യമാകുകയുള്ളൂ. അത് ഒന്നുകിൽ ദൈവരാജ്യം എന്ന് പറയും, അഥവാ സ്വർഗരാജ്യം. മറ്റൊന്നാണ് പിശാചിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നരകം എന്ന് പറയുന്നത്. ഇത് രണ്ടും പ്രിയപ്പെട്ടവരെ നിത്യമാണ്. നിത്യം നരകം എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ദൈവത്തോട് കൂടിയുള്ള വാസം അത് നിത്യമായ സൗഭാഗ്യം, അഥവാ നിത്യമായിരിക്കുന്ന സ്വർഗരാജ്യം. നമ്മൾ ഏതാണോ ഈ ഭൂമിയിൽ വെച്ച് തെരഞ്ഞെടുക്കുന്നത്, ആ തെരഞ്ഞെടുക്കുന്നതിന്റെ അനന്തരഫലം നമ്മൾ പിന്നീട് അനുഭവിക്കുകയാണ്. അതിൽ നിന്ന് പിന്നെ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ജീവനെ തെരഞ്ഞെടുക്കുക എന്നൊക്കെ ബൈബിൾ പറയുന്നത്. ജീവനെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ജീവന്റെ ദാതാവാകുന്ന ദൈവത്തെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ തന്നെ മറുവശം അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും കടന്നു വരുന്ന പൈശാചിക പ്രവർത്തനങ്ങൾ, സാത്താന്റെ പ്രവൃത്തികൾ, പിശാചിന് കുടുംബത്തിൽ കയറിയാൽ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കും, തലമുറകളെ നശിപ്പിച്ചു കളയും. അതിഭയാനകമായിരിക്കുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലകളിൽ നമ്മുടെ തലമുറകൾ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. കുത്തഴിഞ്ഞ ജീവിതം ആരെ നിയന്ത്രിക്കാൻ കഴിയും? വീട്ടുകാർക്ക്, മാതാപിതാക്കന്മാർക്ക് സ്വന്തം മക്കളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധ്യമല്ല. ഗുരുക്കന്മാരെയൊക്കെ ഒരു കാലത്ത് വളരെ ഭയത്തോടും ബഹുമാനത്തോടും കണ്ടവർ നല്ല നാളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കൈവിട്ടുപോയി. ഇന്ന് ഗുരുക്കന്മാർ, മാതാപിതാക്കന്മാർ എന്ന് പറയുന്നതൊന്നും ആർക്കും വിലയുള്ള കാര്യങ്ങളല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ സന്തുലിതാവസ്ഥ താളം തെറ്റിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പിശാച് മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം, നമുക്കിതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവാനായിട്ട് കഴിയും? ഇവിടെയാണ് യേശു പറഞ്ഞ വാക്കിന് പ്രസക്തിയേറുന്നത്. പിശാച് വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനുമാണെങ്കിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ലോകത്ത് വന്നത് ജീവൻ തരുവാൻ, സമൃദ്ധമായ ജീവൻ തരുവാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സന്തോഷം മോഷ്ടിച്ചെടുക്കുന്ന, കുടുംബത്തിന്റെ സ്നേഹത്തെ കാർന്നെടുക്കുന്ന, സന്തോഷത്തോടെ ജീവിക്കേണ്ട കുടുംബ ബന്ധങ്ങൾ, ഒരുമയോടെ ജീവിക്കേണ്ട ബന്ധങ്ങൾ, അതിനെല്ലാം ഇന്ന് സാത്താൻ തുരങ്കം വെച്ചിരിക്കുകയാണ്. അതിന്റെ അനന്തര ഫലമാണ് ഇന്ന് കുടുംബ തകർച്ചകൾ,
മുടിക്കുവാനും കൊല്ലുവാനുമാണ്. സ്നേഹത്തോട് ജീവിക്കുന്ന കുടുംബങ്ങളിൽ നിന്നും അത് മോഷ്ടിച്ചെടുക്കും. വളരെ സമാധാനത്തോടെ ജീവിക്കേണ്ട അനുഭവങ്ങൾ നമുക്കറിയാമല്ലോ. മനുഷ്യന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് സന്തോഷവും സമാധാനവുമാണ്. വളരെ നല്ല വീടുകളുണ്ട്, പക്ഷെ സമാധാനമില്ലെങ്കിൽ ആ വീടൊരു നരകമായി മാറുകയല്ലേ. സ്നേഹത്തോടെ ജീവിക്കേണ്ടവർ തമ്മിൽ തല്ലുകയാണെങ്കിൽ നാം ചിന്തിക്കുക, ജീവിതത്തിന് എന്താണ് അർത്ഥമുള്ളത്? ഇതിനൊരു മാറ്റം വരുവാനുള്ള മാർഗമെന്ന് പറയുന്നത് പൈസ ഉള്ളത് കൊണ്ടോ ബാങ്കിൽ നിക്ഷേപങ്ങൾ വർദ്ധിച്ചതുകൊണ്ടൊന്നും പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ല എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും പരമാർത്ഥതയുള്ള ആളുകൾ ചിന്തിക്കാറുണ്ട്, ദൈവമേ, എങ്ങോട്ടാണ് ഈ ലോകം സഞ്ചരിക്കുന്നത്? എവിടേക്കാണ് യാത്ര? ഇത് വലിയ ദുരന്തത്തിലേക്കല്ലേ? ഇത് വലിയ പിശാച് അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന, അതേ സാത്താന് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തിലേക്ക് മനുഷ്യൻ അറിയാതെ യാത്ര ചെയ്യുകയാണ്. പ്രിയരെ, ഇതിൽ നമുക്കൊരു മടങ്ങി വരവേണം. എന്താണ് മടങ്ങി വരാൻ എങ്ങനെ സാധിക്കും? മനുഷ്യൻ പാപിയാണ്. പാപിയായ മനുഷ്യൻ സ്വയം രക്ഷപ്പെടുവാൻ സാധ്യമല്ല. നമുക്കറിയാം, നമ്മളൊരു വലിയ ചതിപ്പ് നിലത്തിൽ വീണു എന്ന് വിചാരിക്കുക. നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമ്മൾ ആ ചതുപ്പ് നിലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന കാലുകൾ ഒന്ന് പറിച്ച് മറ്റൊന്നിലേക്ക് വെക്കുമ്പോൾ ഒന്നുകൂടെ താണുപോകുകയാണ്. ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന കാര്യം അങ്ങനെയാ. വീടി വലി മാറ്റുവാനായിട്ട് മുറുക്കാൻ ഉപയോഗിക്കാൻ തുടങ്ങും. മുറുക്കാൻ അത് മാറ്റാനായിട്ട് വേറെ എന്തെങ്കിലും ഹാൻസോ പാൻപരാഗുകളോ എന്നിവിടെ എന്തെല്ലാം സംഭവങ്ങളാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ഒന്നിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിഭയാനകമായിരിക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ രക്ഷിതാവിന്റെ ഉത്തരവാദിത്വം കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ സ്വയം രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇവിടെ നമ്മളെ രക്ഷപ്പെടുത്തുവാൻ ഒരു രക്ഷകൻ കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഇങ്ങനെ ഉയർത്തുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ ഉദയം ചെയ്ത ഒരേ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ചരിത്രത്തെ രണ്ടായി കീറിമുറിച്ചുകൊണ്ട് AD എന്നും BC എന്നും ചരിത്രത്തെ അത് രണ്ടായി കീറിമുറിച്ചുകൊണ്ട് ചരിത്രത്തിന് നടുവിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ആ ക്രിസ്തു പാപമില്ലാത്തവനായി ദൈവത്തിന്റെ പരിശുദ്ധനായിട്ട് ഈ ലോകത്ത് വെളിപ്പെട്ടു വന്നു. നന്മ മാത്രം ചെയ്ത് ജീവിച്ച ക്രിസ്തു തന്റെ അടുക്കൽ വന്ന രോഗികളെ സൗഖ്യമാക്കി, പിശാച് ബാധിച്ചവരെ വിടുവിച്ച്, സാത്താന്റെ ബന്ധനത്തിൽ കിടക്കുന്ന എത്രയോ ജീവിതങ്ങൾ ആശ്വാസങ്ങൾ അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു. മാരകമായിരിക്കുന്ന രോഗത്താൽ വീർപ്പുമുട്ടിയ ജീവിതങ്ങൾ, മരിച്ചുപോയ ജീവിതങ്ങൾ, അവരെയൊക്കെ യേശു ഉദ്ധരിക്കുന്നു. യാതൊരു പാപമില്ലാത്ത ക്രിസ്തു എന്തിനാണ് ഏറ്റവും നീചമായ മരണം അനുഭവിക്കേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ, പാപത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. മരണം, നിത്യമായ മരണം അഥവാ നരകമാണ്. ആ നരകശിക്ഷയിലേക്ക് പോകേണ്ട മനുഷ്യനെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ സ്വർഗം വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ മരത്തിനുമേറ്റിൽ നിന്ന് ഏവനും ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം, മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെ അവർ ശാപത്തിന്റെ കീഴിലേക്ക് അവർ മാറുകയാണ്. ആ ശാപത്തിൽ നിന്ന് എങ്ങനെ വിമുക്തി നേടുവാനായിട്ട് കഴിയും? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ ഏത് കൊടുംപാപിക്കും, എത്ര തകർന്ന വ്യക്തിക്കും, എത്ര തകർന്ന കുടുംബത്തിനും രക്ഷപ്പെടുവാനുള്ള മാർഗം യേശു ക്രിസ്തു കാൽവരിയിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ സമാപന സമയം ശ്രദ്ധിക്കൂ. ഇരുപുറത്തും കിടക്കുന്നവർ രണ്ടുപേരും ദുഷ്പ്രവർത്തിക്കാരാണ്, രാജ്യദ്രോഹ കുറ്റം ചെയ്തവരാണ്. അവർ നിയമത്തിന് മുൻപിൽ കുറ്റക്കാരാണ്. അവർ കുറ്റം ചെയ്തിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത്. പക്ഷേ യാതൊരു കുറ്റം ചെയ്യാത്ത ക്രിസ്തു
ക്രൂശുമുണ്ട്. ക്രൂശിന്റെ ഒരു ഭാഗത്ത് കിടന്ന ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുവൻ ഇപ്രകാരം പറയുന്നുണ്ട്, യേശുവേ, അന്ന് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമെന്ന്. തന്റെ ജീവിതത്തിൽ അതുവരെ സംഭവിച്ച തെറ്റുകളെ ഓർത്ത് അനുഭവിച്ച് രക്ഷകനോട് വിലപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ഹൃദയഭേദകമാണ്. ഒരു മനുഷ്യന്റെ അവസ്ഥ ആരാണ് ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്? യേശു രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് ആര് പറഞ്ഞു കൊടുത്തു? ഒരു വെളിപ്പാട് പോലെ അതുവരെ പാപം മാത്രം ചെയ്ത് ശീലിച്ച ആ ക്രൂശിൽ കിടന്ന കള്ളൻ ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്തോ അറിയത്തില്ല. അതേ തെറ്റിന് ശിക്ഷ വിധിക്കപ്പെട്ടവൻ ജീവിതത്തിന്റെ അവസാന സമയം കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ വാക്ക്, അത് ഹൃദയം തകർന്ന പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയുടെ അനന്തര ഫലം എന്താണെന്നറിയുമോ? ഇപ്രകാരമാണ് യേശു പറഞ്ഞത്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? മരണം കൊണ്ട് ജീവിതം അവസാനിക്കുകയല്ല. മരണം എന്ന് പറയുന്നത് ഈ താൽക്കാലിക ലോകത്തിൽ നിന്ന് നമ്മൾ മറ്റൊരു ലോകത്തിലേക്കുള്ള പ്രവേശനമാണ് മരണം എന്നുള്ളത്. പ്രിയ സ്നേഹിത, നിങ്ങൾ ആരും മറക്കരുത്. മരണം കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ പോലെ ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷേ മരണം അവസാനമല്ല. മരണം ഈ താൽക്കാലിക ലോകത്തിൽ നിന്നും നിത്യമായ ലോകത്തിലേക്കുള്ള എന്നേക്കുമുള്ള പ്രവേശനമാണെന്ന് ആരും മറക്കരുത്. അതുകൊണ്ട് ഈ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ തകർന്നവനാകട്ടെ, അയ്യോ എന്നെ രക്ഷിക്കാൻ ആർക്ക് സാധിക്കും? എന്റെ കുടുംബം രക്ഷപ്പെടുമോ? എനിക്ക് നിന്ന് കരകയറാൻ സാധിക്കുമോ? യേശു ക്രിസ്തു പ്രകാരം പറയുന്നു, മോനെ മോനെ, ഞാൻ നിനക്ക് പകരമായി നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നിന്റെ ശാപത്തെ ഏറ്റെടുത്തുകൊണ്ട് നീ മരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ നിനക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. നീ എന്നിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. ഇതാണ് പ്രിയപ്പെട്ടവരെ ക്രൂശിൽ സംഭവിച്ചത്. അത് ക്രൂശിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ വേദനയോടെ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്നു, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. യേശു പറയുകയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും. നാം ചിന്തിക്കും, തൊട്ട് സമീപത്ത് കിടക്കുന്ന ആൾക്ക് രക്ഷപ്പെടാൻ പറ്റിയോ? ഇല്ല. തൊട്ട് സമീപത്ത് ഒരു കൈ അകലത്തിൽ കിടക്കുന്ന ആള് രക്ഷകനാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്നേക്കുമുള്ള നാശത്തിലേക്ക് അകപ്പെടുകയാണ്. ഈ ശബ്ദം ശ്രമിക്കുന്ന അയൽവാസികളായിരിക്കുന്ന ഞങ്ങളുടെ മാന്യ സ്നേഹിത, നമ്മുടെ ജീവിതത്തിൽ കയ്യെത്താവുന്ന ദൂരത്ത് രക്ഷകൻ സമീപത്ത് കടന്നു വന്നിട്ടുണ്ട്. നാം എന്താണ് ചെയ്യേണ്ടത്? ഒറ്റ വാക്ക് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കൂ, യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ ലംഘനങ്ങൾ ക്ഷമിക്കണമേ, എന്റെ പാപങ്ങൾ മോചിക്കണം, യേശപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം തുറന്ന് നിങ്ങൾ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ദൈവ സ്നേഹമാണ് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് അത് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. ബൈബിൾ പറയുന്നു, അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവം പറയുന്ന വാക്കെന്താണ്? എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. മനുഷ്യനായി ഭൂമിയിൽ പിറന്ന എല്ലാവരും പാപികളാണ്. പാപിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം മാനസാന്തരത്തിലൂടെ മാത്രമേ രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും ദൈവരാജ്യത്തിൽ എത്തുകയില്ല. യേശു പറയുന്നു, ഞാനാണ് വാതിൽ, ഞാനാണ് നല്ല ഇടയൻ, എന്നിലൂടെ അല്ലാതെ നിങ്ങൾക്കാർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു സമർപ്പണം എടുക്കാനായിട്ട് കഴിയുമോ? ഒറ്റ ജീവിതമേ ഉള്ളൂ, വളരെ വേഗത്തിൽ തീർന്നു പോകും. നാളെ ഞാനും നിങ്ങളും ജീവിക്കുമെന്ന് ആർക്കാണ് ഉറപ്പുള്ളത്? കിടന്നിറങ്ങുന്ന ആളുകൾ രാവിലെ അതേ മൃതശരീരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. പല പ്രതീക്ഷയോടുകൂടെ യാത്ര ചെയ്യുന്ന യാത്രാ വാഹനങ്ങൾ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണ് സുരക്ഷിതത്വം? ഈ ലോകത്ത് നമുക്ക് സുരക്ഷിതത്വം എന്ന് പറയാൻ ഇടമില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നാൽ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെ മരിച്ചു മാറ്റപ്പെടട്ടെ? കർത്താവ് ഒരുക്കുന്ന സ്വർഗീയ
ഭവനത്തിലേക്ക്. യേശു പറഞ്ഞ വാക്കതാണ്, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ചാൽ ഞാൻ നിങ്ങളെ എത്രയും വേഗം എന്റെ അടുക്കൽ കൂട്ടിവരുത്തുമെന്ന് പറഞ്ഞ് യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ലോകം ഇനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം കർത്താവായ യേശു രണ്ടാമത്തെ വരവാണ്. അതിൽ ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മാരകമായിരിക്കുന്ന രോഗങ്ങളും പകർച്ചവ്യാധികളും ആകാശത്തിൽ കാണുന്ന ലക്ഷണങ്ങളെല്ലാം യേശുവിന്റെ വരവിന്റെ മുന്നോടിയാണെന്ന് മനസ്സിലാക്കുക. ആ കർത്താവിന്റെ വരവിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുങ്ങണമെന്ന് ഞങ്ങൾ വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. ഈ ലോകത്ത് നമ്മൾ നേടിയ നേട്ടങ്ങളെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകണം. നമ്മൾ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ, മനോഹരമായിരിക്കുന്ന വീടുകൾ, മനോഹരമായിരിക്കുന്ന വാഹനങ്ങൾ, അതൊക്കെ നമുക്ക് അന്യമായി നിൽക്കുന്ന സമയം വരാൻ പോകുന്നു. പക്ഷേ ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ അകത്തിരുന്നു കൊണ്ട് ഒരു വാക്ക് യേശുവോട് പ്രാർത്ഥിക്കുമോ? യേശുവേ, എന്നോട് കരുണ കാണിക്കണം, എന്നോട് ദയ തോന്നണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ തൊട്ട് സമീപത്താണ് ഞങ്ങളുടെ പ്രാർത്ഥനാലയം. മരണശേഷമുള്ള ജീവിതം എന്താണ്, നമ്മൾ അതിനുവേണ്ടി എന്താണ് ഒരുങ്ങേണ്ടത് എന്നത്തെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്തുമാകട്ടെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്.